കർണാടകയിൽ വലിയ മയക്കുമരുന്ന് വേട്ട നടന്ന ദിനമാണെന്ന്. സിലിക്കൺ സിറ്റിയിൽ നിന്ന് പിടിച്ചെടുത്തത് 10 കോടിയുടെ മയക്കുമരുന്നാണ്. 2 വിദേശികൾ ഉൾപ്പെടെ 7 പേർ പിടിയിലായിട്ടുണ്ട്. ടെക്കികളെയും കുട്ടികളെയുമാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. ശ്രീധരൻ, 10 കോടിയുടെ മയക്കുമരുന്ന് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചെത്തുന്ന സംഘം. ഈ സംഘത്തിൽ 7 പേർ പിടിയിലാകുന്നു. അതിൽ 2 പേർ വിദേശികൾ. വലിയൊരു ലിങ്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. പോലീസ് എന്താണ് പറയുന്നത്? മഹാദേവപുര പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇലക്ട്രോണിസിറ്റി ഭാഗത്തുള്ള സിലിക്കൺ സിറ്റിയിൽ ഉള്ള ഒരു നൈജീരിയൻ സ്വദേശികളുടെ നേതൃത്വത്തിലുള്ള മയക്കുമരുന്ന് സംഘം, വലിയ അന്താരാഷ്ട്ര തലത്തിൽ വരെ ബന്ധങ്ങളുള്ള കണ്ണികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് 10 കോടി രൂപയോളം മൂല്യം വരുന്ന MDMA, മരിജുവാന, അതുപോലെ ഹൈഡ്രോ കഞ്ചാവ്, ഇങ്ങനെ നിരവധി ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. തുടർന്ന് ബംഗളൂരുവിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ ആളുകൾ പിടിയിലാവുകയാണ് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനം കോളേജ് വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ടെക്കികൾ, ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചാണ്. ഇവരാണ് ഈ സംഘത്തിന്റെ പ്രധാന ഇടപാടുകാർ. ഒരു ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി കൂടി, അല്ലെങ്കിൽ ഒരു ആൾ കൂടി ഇതിൽ പിടിയിലായിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ കൂടിയ വിലയ്ക്ക് ഈ ലഹരി വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വലിയ റാക്കറ്റിന്റെ ഭാഗമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിന്റെ അന്വേഷണം CCBക്ക്, സെൻട്രൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഏതായാലും വൻ റാക്കറ്റ് സമീപകാലത്ത് ബംഗളൂരു നഗരത്തിൽ നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിലൊന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തേത്. ഈ ലഹരി കണ്ണികൾ മുറിക്കാൻ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇവർ നിരവധി കോളേജ് കുട്ടികളെ ഈ കണ്ണികളുടെ ഭാഗമാക്കിയിട്ടുണ്ട്, ഡ്രഗ് പെഡലേഴ്സ് ആക്കിയിട്ടുണ്ട്, അഡിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവരെയെല്ലാം തന്നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുവെന്നും ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നുണ്ട്.